ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിൽ നിന്നും 100 കിലോമീറ്റർ താഴെ ദൂരമുള്ള സുന്ദരമായ ഒരു പട്ടണമാണ് ബ്രൂജ്. ഡച്ച് ആണ് ഇവിടുത്തെ പ്രധാന ലാംഗ്വേജ്. മറ്റു യൂറോപ്യൻ പട്ടണങ്ങളെ അപേക്ഷിച്ച് കല്ലുപാകിയ വഴികളും പട്ടണത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കനാൽ നെറ്റ്വർക്കുകളും മിഡീവൽ ബിൽഡിങ്ങുകളും ഈ പട്ടണത്തെ വേറിട്ട് നിർത്തിയിരിക്കുന്നു. ഇതാണ് ബ്രൂജിലെ പ്രധാന ദേവാലയവും മിഡീവൽ ആർക്കിടെക്ചറിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്ന സെയിൻറ്റ് സാവിറ്റോസ് കത്തീഡ്രൽ. ദേ ആ വലിയ പൈപ്പുകളിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അതിനപ്പുറത്തായി വിക്ടോറിയൻ മാതൃകയിൽ നിർമ്മിച്ച വലിയ ഒരു ഓർഗനിൽ നിന്നുള്ള ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത്. ദേ ആ കാണുന്നത് ബ്രൂജിൽ 1548 ജനിച്ച ലോകപ്രശസ്തനായ മാത്തമാറ്റീഷ്യൻ സൈമൺ സ്റ്റീവൻ്റെ പ്രതിമയാണ്. അങ്ങനെ നടന്നപ്പോൾ ദേ പഴയ രാജഭരണകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു കുതിരവണ്ടി പോകുന്നു. ബ്രൂജിലെ സന്ദർശകരുടെ ഒരു പ്രധാന ആക്ടിവിറ്റി ആണിത്. ഈ പ്രധാന സ്ക്വയറിൽ നിന്നാണ് കുതിരവണ്ടി സഫാരിയും ബസ് സഫാരിയും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രസൽസിൽ നിന്നും ബ്രൂജിലേക്ക് എത്താൻ 1 മണിക്കൂർ താഴെ ട്രെയിൻ സർവീസും 2 മണിക്കൂറിൽ താഴെ ബസ് സർവീസുമുണ്ട്. പ്രധാന ഫ്രഞ്ച് പോർട്ടായ കലൈ 1 മണിക്കൂർ താഴെയും പാരീസ് സിറ്റി 2 മണിക്കൂർ ദൂരത്തുമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കനാലുകളാൽ ചുറ്റിപ്പെട്ട ഈ നഗരം ഒന്ന് വലയം വയ്ക്കാനായി ബോട്ട് ടൂറുമുണ്ട്. അധികം കത്തി റേറ്റൊന്നുമല്ല കേട്ടോ. ഒരു പ്രധാന കാര്യം എന്തെന്നാൽ പട്ടണത്തിനുള്ളിൽ മുഴുവൻ കല്ലുപാകിയ വഴികളാണ്. പട്ടണത്തിന് പുറത്തേയുള്ളൂ ടാർ ഇട്ട വഴി. ഈ കനാലുകളുടെ ഓരത്തുകൂടി നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ആഹാ, എന്നാ ഒരു ആംബിയൻസ്! വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലോ ഒരു രക്ഷയുമില്ല. അടിപൊളി. ബെൽജിയം എന്ന രാജ്യത്തെ മറ്റൊരു പ്രധാന പ്രോഡക്റ്റാണ് ബെൽജിയം ബിയേഴ്സ്. പല വെറൈറ്റി ബിയേഴ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഈ സ്ട്രീറ്റിൻ്റെ പേര് തന്നെ ബിയർവെൽ സ്ട്രീറ്റ് എന്നാണ്. ആ അറ്റത്ത് കാണുന്ന പബ്ബിൽ എല്ലാത്തരം ബെൽജിയം ബിയറുകളും ലഭിക്കും. ദേ ആംസ്റ്റർഡാമിൽ മാത്രമല്ല ഇവിടെയും ഉണ്ടൊരു ടോർച്ചർ മ്യൂസിയം. പിന്നെ ബെൽജിയം ചോക്ലേറ്റിൻ്റെ പ്രശസ്തി ഞാൻ പറയേണ്ടതില്ലല്ലോ, അതും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.